മേഘപാളികൾ കണ്ടു ഭൂമിയെ പൊതിയുന്ന യാത്രികർ 2 പേർ അന്തരീക്ഷത്തിൽ നിന്നും. ഇനി നാം വൈകിടാതെ ഭൂമിയിൽ തിരിച്ചെത്തും. ആഹ്ലാദത്തിമിർപ്പോടെ അന്യോന്യം പറഞ്ഞവർ. അക്ഷരം ഇ. ഇത്രയും ദിനം നമ്മൾ അന്തരീക്ഷാകാശത്തിൽ ജീവിച്ചു കഴിഞ്ഞെത്ര സുന്ദരം സുഖകരം. ഭൂമിയെ വലം വെച്ചു തീരാത്തതെന്തേ ശകടം. ക്ഷമയെൻ്റെ നശിക്കുന്നു ചാടുമെന്നതിലൊരാൾ. അക്ഷരം ഭ. ഭുജത്തിൽ പിടിച്ചോളൂ ഈ കാണും പരച്ചുട്ട്. എന്തിനാണെനിക്കിപ്പോൾ ഇതു നീ നൽകുന്നത്? കണ്ടില്ലേ പുറത്തു നീ പേമാരി വർഷിക്കുന്നു. പരച്ചൂട്ട് കയ്യിലുണ്ടേൽ നനയാതെ രക്ഷപ്പെടാം. അക്ഷരം ക. കണ്ടത്തിൽ കന്നുപൂട്ടും കർഷകർ 2 പേരവർ. ഇല്ല, അവരൊരിക്കലും സ്കൂളുകൾ കണ്ടിട്ടില്ല. മൂരികൾ മണ്ടും പാടത്തു നിന്നവർ ഓരോരോ കാര്യങ്ങളയവിറക്കി. അക്ഷരം മ. മുച്ചൂടും വെയിലിൻ്റെ തീഷ്ണനാളത്തിനാൽ മേലാകെ വിയർപ്പിൻ്റെ തിരയിളക്കം. പറഞ്ഞു കൊണ്ടോരോരോ കാര്യങ്ങൾ ക്ഷീണമവരൊട്ടറിഞ്ഞതില്ല. അക്ഷരം പ. പെൻസിലും കടലാസും നിനക്കു ഞാൻ തന്നിടിൽ. എന്താകും നീ അതിൽ എഴുതി ചേർക്ക. അപ്പോൾ ഞാൻ എഴുതും ഒരു കത്തെന്നമ്മയ്ക്ക്. അക്ഷരം അറിയാത്ത നീയോ കണ്ണാ. അക്ഷരം അ. അതിലൊരു കുറ്റവും ഞാൻ കാണുന്നില്ലല്ലോ. കത്തുപൊട്ടിച്ചമ്മ തീയിലിടും. അക്ഷരം എന്താണെന്നമ്മയ്ക്കും അറിയില്ല. കടലാസിൻ ചാരം ചിരിച്ചു പൊങ്ങും. അക്ഷരം ആ. അപ്പു ചെന്നു ഹരേ സ്വീകരിക്കാൻ ആ തിരക്കിലൽപ്പം മാറി നിന്നവൻ. 5 മണിക്കെത്തും വണ്ടി വന്നില്ല. 6 മണിയായി ഹരി ഇറങ്ങുന്നു. അക്ഷരം ആ. അങ്കലാപ്പോടെ ഹരി പ്ലാറ്റ്ഫോമിൽ ചുറ്റിടുമ്പോൾ അപ്പു വന്നാലിംഗനം ചെയ്യുന്നു സുഹൃത്തിനെ. എന്താടാ നിന്റെ മുഖം വിളറിക്കാണുന്നു. ഞാനിരുന്നതോ മുന്നിൽ, വണ്ടിയോ പിന്നോട്ടേക്കും. അക്ഷരം എ. എവിടേക്കോ പോകും യാത്രി, എതിർ സീറ്റിലില്ലായിരുന്നോ. മാറാമായിരുന്നില്ലേ അസ്വാസ്ഥ്യം പറഞ്ഞിട്ട്. അതിനും കഴിയാതെ പോയി അപ്പുറം ആള് വേണ്ടേ. എഞ്ചിൻ പിറകിലുള്ള ഗുഡ്സ് റൂമിലായിരുന്നു. അക്ഷരം ആ.